ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 3 വയസ്സായ കുട്ടിക്കുള്ള ഒരു ട്രഡീഷണൽ വെയർ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒപ്പം നമുക്ക് അഴിച്ചു മാറ്റാവുന്ന രീതിയിലുള്ള ദുപ്പട്ടയും ഷാളും അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിന് ഞാൻ ആദ്യം പാവാടയുടെ ബ്രൊക്കേഡിൻ്റെ പാവാടയാണ് കേട്ടോ. അപ്പോൾ അതിന് 18 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസ് 2 വെട്ടിയെടുത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുഞ്ഞ് ഞെറിയ കൊടുത്തിരിക്കുന്നത് നമ്മൾ പാവാടയ്ക്ക് ഒത്തിരി കൂടി വലുപ്പമുള്ള ഞെറിയ കൊടുക്കാറ്, എന്നാലും കൂടുതൽ ഞെറിയ വരാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഞെറി വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ലെഹങ്ക ആയിട്ടാണ് കേട്ടോ അവർ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. വയറ് കാട്ടിയിട്ടുള്ള മോഡലാണെങ്കിലും ഉള്ളിൽ ഷിമ്മി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഷിമ്മി വേണ്ട, അതിന് പകരം നമുക്ക് വേറൊരു മോഡൽ സ്റ്റിച്ച് ചെയ്യുക പറഞ്ഞിട്ടാണ് ഞാനതിന് ഫ്രോക്ക് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഷാളും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ പുതിയ മോഡൽ, ഇപ്പോഴത്തെ ട്രെൻഡ് മോഡലാണത്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ടാണ് നമ്മൾ കസ്റ്റമറേത്ത് അങ്ങനെ റെഡിയാക്കിയത് കേട്ടോ. ഉള്ളിൽ ഷിമ്മി കൊടുക്കാൻ പറ്റുമ്പോൾ ഷിമ്മി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷിമ്മി കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രോപ്പ് ടോപ്പല്ലേ നമ്മൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അത് കാരണം അവിടെ വയറിൻ്റെ അവിടേക്ക് ആ ഉള്ളിലത്തെ ഷിമ്മി കാണും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാവാടയുടെ ഞെറിയൊക്കെ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. ടോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഒക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ മുകളിലത്തേക്ക് അടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ആവർത്തിക്കേണ്ട പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് അപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ലെങ്ത്ത് എടുത്തിരിക്കുന്നത് നമ്മൾ 11.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളെ മോളിക്കുള്ള തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടാണ് 11.5 എടുത്തിരിക്കുന്നത്. അത് ചെസ്റ്റ് അളവ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്, അതായത് അതിൻ്റെ പകുതി കേട്ടോ. ഫുള്ളല്ല എടുത്തിരിക്കുന്നത്, അതിൻ്റെ പകുതി എടുത്തിരിക്കുന്നത് കേട്ടോ. 24 24ൻ്റെ പകുതി 12 ഇഞ്ച്. അതിൻ്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത്രേ വേണ്ടുള്ളൂ. ഞാൻ തയ്യൽ തുമ്പൊക്കെ ഇത്തിരി അധികം ചേർത്തിട്ടാണ് എടുക്കാറ്, അതുകൊണ്ടാണ് ഇത്തിരി കൂടി വലുപ്പമായി തോന്നുന്നത്. വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ 20 ഇഞ്ചോ അതാണ് വേസ്റ്റ് അളവ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 22 ഇഞ്ചാണ് വേസ്റ്റ് അളവ് കൊടുത്തിരിക്കുന്നത്. അത്രയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മുകളിൽ നെക്കിൻ്റെ വിഡ്ത്ത് അകലം അറിയുന്നത് ഞാൻ 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് നെക്കിൻ്റെ അളവ് എടുക്കില്ലേ അവിടെ, അത് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചും. അപ്പോൾ മനസ്സിലായോ? മുകളിൽ വീതി വരുന്നത് 1.5 ഇഞ്ചും താഴേക്ക് 3.5 ഇഞ്ചും അങ്ങനെയാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒന്ന് വളച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 1.5 ഇഞ്ചുള്ള വീതിയുള്ള ഒരു ഇതിൻ്റെ തന്നെ പീസ് എടുത്തിട്ട് ഒരു പൈപ്പിംഗ് പോലെ ഫ്രണ്ടിലേക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയാണ് നെക്കിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഷോൾഡറിൻ്റെ അളവ് 3 ഇഞ്ച്, ആം ഹോളിൻ്റെ അളവ് ഞാൻ 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ എന്നിട്ട് അതിന് കോണായി വരച്ചതിന് ശേഷം ആ കോണിൽ നിന്ന് ഒരു ഇഞ്ച് വ്യത്യാസത്തിന് ഒരു അളവ് കൊടുത്തിട്ട് അതാണ് കർവ് പോലെ വരച്ചെടുത്തിരിക്കുന്നത്. ബാക്ക് 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഷോൾഡർ യോജിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിലാണ് കുളത്തൊക്കെ ഞാൻ നമ്മൾ പട്ടുപാവാടയ്ക്കൊക്കെ തയ്ക്കണ മാതിരി തന്നെ ആ കുളത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പം ഫിറ്റായി കിടക്കാനൊക്കെ ഒന്നും കൂടി നല്ലത്, അതുകൊണ്ടാണ് കുളത്തന്നെ കൊടുത്തിരിക്കുന്നത്. ബാക്കൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ആ പാവാടയുടെ ആ ഒരു തന്നെ ഉണ്ടാവും. ദുപ്പട്ടയും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ പാവാട തന്നെ ശരിക്ക് നമ്മൾ ലെഹങ്ക ഇട്ട ആ ഒരു ഇതിൽ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ നമ്മളതിന് പഫ് കൈ ആണ് കൊടുത്തിരിക്കുന്നത്. പഫ് കൈ 4.5 ഇഞ്ചിലുള്ള പഫ് കൈ 1.5 ഇഞ്ച് പാവാട 1.5 ഇഞ്ച് വീതിയിലുള്ള തുണി വെട്ടിയിട്ട് ഒന്ന് മടക്കിയും കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ചെയ്തിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ആ ഒരു ഹാം ഹോളിൻ്റെ അവിടെ ഒന്ന് സ്ലീവ് ഒന്ന് പിടിപ്പിച്ചെടുക്കാം കണ്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ? ഇഷ്ടമായിച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. 2 സ്ലീവും നമ്മൾ അതേമാതിരി സ്റ്റിച്ച് ചെയ്യുക. എന്നാൽ നമ്മൾ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യണ മാതിരി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ആ ഒരു മോഡലിലാണ് പറഞ്ഞിട്ട് തരില്ല, നമ്മൾ അതേ ഒരു മെത്തേഡ് തന്നെ ചെയ്തിട്ട് സ്ലീവ് അടയാളപ്പെടുത്തുക, വേസ്റ്റ് വണ്ണം എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ 2 അടിയോ 3 അടിയോ കൊടുക്കുക. എന്നിട്ട് ബാക്ക് വശമല്ലേ, ആ ബാക്ക് വശം കുളത്ത് വെക്കണ ഭാഗമല്ലേ, ആ കുളത്ത് വെക്കണതിൻ്റെ അവിടെ ഞാൻ ഒരു 1.5 ഇഞ്ച് മേലേക്ക് അതിനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സിബല്ല വെച്ചിരിക്കുന്നത്, കുളത്തായിട്ട് തന്നെ വെച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടു. എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു രണ്ട് സ്ലീവും യോജിപ്പിക്കുക കേട്ടോ. എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്യുക, റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ.
അതിന് ശേഷം പാവാട നമ്മളതിൻ്റെ മുകളിലൊന്ന് ചേർത്തി കൊടുക്കുക. അതിന് ശേഷം ഞാൻ കോട്ടൺ ലൈനിങ് വാങ്ങിയിട്ട് കോട്ടൺ ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ സെപ്പറേറ്റാണ് വെച്ച് കൊടുത്തത്. ഒന്നും കൂടി പൊങ്ങി കിടക്കാനൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെക്കുക വെച്ചാൽ ഒന്നും കൂടി നല്ലതാണ്. കുഞ്ഞുങ്ങളല്ലേ ഒന്ന് വൈഡായിട്ടോ കിടക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗി കിട്ടും കാണാൻ. കണ്ടോ, ഇത് ഞാൻ നേരിട്ടാണ് കൊടുത്തത്. പക്ഷേ ഇത് റൗണ്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ഭംഗിയായി തോന്നിയപ്പോൾ ഞാൻ അതിനഴിച്ച് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയൊക്കെ ഒന്ന് മടക്കി അടിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് നോക്കി നോക്ക്. നമ്മൾ ശരിക്കും ആ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയല്ലേ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് നോക്കിക്കൊണ്ട് ഫൈനൽ ലുക്ക് അവസാനം നമുക്ക് ആ പട്ടുപാവാടയുടെ ആ ഒരു ലുക്കിൽ തന്നെ ദുപ്പട്ടയും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതുണ്ടോ, ഞാൻ ദുപ്പട്ടയ്ക്ക് എന്ത് ചെയ്തു, പാവാടയുടെ പീസൊക്കെ വെച്ചിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കസ്റ്റമർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കുട്ടിയൊക്കെ ഒരു വെറൈറ്റി മോഡൽ. കാരണം ഇവിടെയൊന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അധികം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളാണ് ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പുതിയ മോഡലുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ന്യൂ മോഡൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇറങ്ങുന്ന മോഡലുകൾ നോക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, അതിൻ്റെ 4 ഇഞ്ച് വീതിയാണ് കേട്ടോ. 4.5 ഇഞ്ച് വീതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊന്ന് മടക്കി കൊടുക്കാനും കൂടി. എന്നിട്ട് ഫ്രണ്ട് മാത്രം ഓപ്പൺ ആക്കിയിട്ട് ഈ ദുപ്പട്ടയുടെ ഞൊറിയൊക്കെ നമ്മൾ പ്രില്ലൊക്കെ കറക്റ്റായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഈ ഒരു പട്ടയിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക. കണ്ടോ, അതിൻ്റെ നൂലൊക്കെ അങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. കസവിൻ്റെ കസവ് മോഡലിലുള്ള ഒരു ഇതല്ല, അതിൻ്റെ ആ ഒരു ഗോൾഡൻ നൂലൊക്കെ അത് നിൽക്കുക. അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വലിച്ചളഞ്ഞ് കേട്ടോ. എന്നിട്ട് നമ്മളതിൻ്റെ അറ്റത്ത് കുളത്തും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു വള്ളിയും വെച്ചിട്ടുണ്ട്. നമുക്ക് വള്ളി വെക്കുക വെച്ചാൽ ബാക്കിൽ പറഞ്ഞാൽ കെട്ടാൻ കേട്ടോ. ഇത് നമ്മൾ പാവാടയുടെ അരയിൽ ഇങ്ങനെ ചുറ്റിയിട്ടല്ലേ വെക്കുക. അതിൽ ഈ ഒരു ലൈസും ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നമ്മൾ തുന്നി പിടിപ്പിച്ച ഫ്രണ്ടിലേക്ക് ഒന്ന് ലുക്കാവാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ ഫൈനൽ ലുക്ക് നോക്കി നോക്ക്, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുന്ന യൂട്യൂബുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഈ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.